SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ 6-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അടുത്തിടെ സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയ തേജസ്വിനി ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലെ ഏതൊക്കെ ജില്ലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാസർഗോഡ്, കണ്ണൂർ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന കാര്യങ്കോട് പുഴ അഥവാ തേജസ്വിനി പുഴ കേന്ദ്രീകരിച്ചാണ് തേജസ്വിനി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്. കർണാടകയിലെ കുടക് വനമേഖലയിലുള്ള ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നാണ് തേജസ്വിനി പുഴ ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ പതനം അറബിക്കടലിലാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ തമ്മിൽ വേർതിരിക്കുന്ന പ്രധാന നദിയാണിത്. നദിയുടെ താഴ്ഭാഗങ്ങളിൽ ഇത് കാര്യങ്കോട് പുഴ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ വൈറ്റ് വാട്ടർ റാഫ്റ്റിങ്ങിന് ഏറ്റവും അനുയോജ്യമായ പുഴകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. രാജൻ കേസിലെ പ്രധാന സാക്ഷിയായിരുന്ന അന്തരിച്ച വ്യക്തി ആര്? അബ്ദുൾ ഗഫാർ. അടിയന്തരാവസ്ഥ കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി രാജൻ കൊല ചെയ്യപ്പെട്ട കേസിൽ സാക്ഷിയായിരുന്ന കോഴിക്കോട് REC മുൻ അധ്യാപകനും കാസർഗോഡ് ചൗക്കി സ്വദേശിയുമായിരുന്നു പ്രൊഫസർ KK അബ്ദുൾ ഗഫാർ. രാജൻ കേസുമായി ബന്ധപ്പെട്ട അക്കാലത്തെ സംഭവ വികാസങ്ങൾ അദ്ദേഹം തൻ്റെ ഞാൻ സാക്ഷി എന്ന ആത്മകഥയിൽ വിശദമായി എഴുതി. രാജൻ്റെ പിതാവ് ഈച്ചിറ വാര്യർ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് പുസ്തകങ്ങൾക്കൊപ്പം സാന്ത്വന പരിചരണവും വീടുകളിൽ എത്തിക്കുന്നതിനായി ആരംഭിച്ച പുതിയ പദ്ധതി അക്ഷര സാന്ത്വനം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് ആഴ്ചയിലൊരിക്കൽ പുസ്തകവും സാന്ത്വന പരിചരണവും വീടുകളിൽ നേരിട്ടെത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പദ്ധതിയാണ് അക്ഷര സാന്ത്വനം. PN പണിക്കരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കേരള ഗ്രന്ഥശാല സംഘമാണ് പിന്നീട് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായി മാറിയത്. ഇന്ത്യയിൽ ആദ്യമായി സാന്ത്വന പരിചരണ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ സാന്ത്വന പരിചരണത്തിൻ്റെ പിതാവ് ഡോക്ടർ MR രാജഗോപാൽ. പത്മശ്രീ ജേതാവായ ഇദ്ദേഹമാണ് പാലിയം ഇന്ത്യയുടെ സ്ഥാപകൻ. ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കാഗർത്തം എന്ന് ശാസ്ത്രജ്ഞർ അടുത്തിടെ സ്ഥിരീകരിച്ചത് നോർത്ത് പോൾ ഡോം. ഇത് സ്ഥിതി ചെയ്യുന്നത് പിൽബാറ, ഓസ്ട്രേലിയ. ഏകദേശം 302 കോടി വർഷം പഴക്കമുള്ള ഭൂമിയിലെ ഏറ്റവും പഴയ ഉൽക്കാഗർത്തമാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഭൂമിയുടെ ചരിത്രത്തിലെ ആർക്കിയൻ യുഗത്തിൽ ഭൂമിയിൽ പതിച്ച വലിയൊരു ഉൽക്കയുടെ അവശേഷിപ്പാണിത്. ഭൂമിയുടെ ഉത്ഭവത്തിന് ശേഷം ഏകദേശം 400 കോടി വർഷങ്ങൾക്കും 250 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടമാണിത്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നിയന്ത്രിച്ച ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ബൃന്ദ റാട്ടി. ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ വെച്ച് നടന്ന 2026 ICC വനിതാ T20 ലോകകപ്പ് ഫൈനലിലാണ് അവർ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. നവി മുംബൈ സ്വദേശിയാണ് ബൃന്ദ റാട്ടി. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ പരിശീലകൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ദിദിയർ ദശാം ഏത് രാജ്യത്തിൻ്റെ ദേശീയ ടീം പരിശീലകനാണ്? ഫ്രാൻസ്. 2026 ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വയെ 1-0 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയതോടെയാണ് അദ്ദേഹം ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. പശ്ചിമ ജർമ്മനിയുടെ ഇതിഹാസ പരിശീലകനായിരുന്ന ഹെൽമുട്ട് ഷോണിൻ്റെ പേരിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന 16 വിജയങ്ങൾ എന്ന റെക്കോർഡാണ് ദശാം മറികടന്നത്. ഇതോടെ ദശാമിൻ്റെ കീഴിൽ ഫ്രാൻസ് നേടിയ ലോകകപ്പ് വിജയങ്ങളുടെ എണ്ണം 17ആയി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ച താരം നൊവാക് ജോക്കോവിച്ച്. വിംബിൾഡൺ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിക്കുന്ന താരമെന്ന റെക്കോർഡ് സെർബിയൻ സൂപ്പർ സ്റ്റാറായ നൊവാക് ജോക്കോവിച്ച് സ്വന്തമാക്കി. 105 വിജയങ്ങളുമായി സ്വിസ് ഇതിഹാസ താരം റോജർ ഫെഡറിൻ്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് ജോക്കോവിച്ച് മറികടന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെ 250-ാം വാർഷികത്തോടനുബന്ധിച്ച് ഹഡ്സൺ നദിയിൽ നടന്ന പ്രമുഖ കപ്പൽ പ്രദർശനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കപ്പൽ INS സുദർശിനി. INS സുദർശിനിയുടെ 10 മാസം നീണ്ടു നിൽക്കുന്ന ലോകയാൻ 2026 എന്ന സമുദ്രയാത്രയുടെ ഭാഗമായാണ് ഈ സന്ദർശനം. 2026 ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനും പരിശീലകർക്ക് തന്ത്രങ്ങൾ മാറ്റുന്നതിനും ഒപ്പം അധിക പരസ്യ വരുമാനം ലക്ഷ്യമിട്ടും ഫിഫ മത്സരങ്ങൾക്കിടയിൽ പുതുതായി അവതരിപ്പിച്ച ഇടവേള ഏതാണ്? ഹൈഡ്രേഷൻ ബ്രേക്ക്. 2026 ലോകകപ്പിൽ മൊത്തം 104 മത്സരങ്ങളാണുള്ളത്. ഓരോ മത്സരത്തിലും ഓരോ പകുതിയിലും 3 മിനിറ്റ് വീതം 2 പകുതികളിലായി ഹൈഡ്രേഷൻ ബ്രേക്കുകൾ അനുവദിക്കുന്നതിലൂടെ ടൂർണമെൻറ്റിലുടനീളം പരസ്യ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഹൈഡ്രേഷൻ ബ്രേക്കുകൾ കാരണം പ്രക്ഷേപകർക്ക് 10 മണിക്കൂറിലധികം അധിക പരസ്യ സമയം ലഭിക്കുകയും അതുവഴി ഏകദേശം 3600 കോടി രൂപയുടെ അധിക പരസ്യ വരുമാനം ലഭിക്കുമെന്നുമാണ് കണക്ക്. അടുത്തിടെ അന്തരിച്ച പ്രശസ്തയായ പാണ്ഡവാനി കലാകാരി തീജൻ ബായ്. ഛത്തീസ്ഗഡിൻ്റെ പരമ്പരാഗത കലാരൂപമായ പാണ്ഡവാനിയെ ലോകവേദികളിൽ എത്തിച്ച പ്രശസ്ത നാടോടി ഗായികയും പത്മവിഭൂഷൺ ജേതാവുമായിരുന്നു തീജൻ ബായി.
മഹാഭാരത കഥകളെ പാട്ടിൻ്റെയും അഭിനയത്തിൻ്റെയും സംഗീതോപകരണങ്ങളുടെയും സഹായത്തോടെ ആവേശഭരിതമായി അവതരിപ്പിക്കുന്ന ഛത്തീസ്ഗഡിലെ ഒരു പരമ്പരാഗത നാടോടി കലാരൂപമാണ് പാണ്ഡവാനി. പരമ്പരാഗതമായി പുരുഷന്മാർ മാത്രം അവതരിപ്പിച്ചിരുന്ന പാണ്ഡവാനിയിലെ കാബാലിക ശൈലി വേദിയിൽ നിന്നുകൊണ്ട് അവതരിപ്പിച്ച് തീജൻഭായ് ചരിത്രം സൃഷ്ടിച്ചു. കേരള മോഡൽ ഉത്തരവാദിത്ത പ്രകൃതി കൃഷി ഉപമിഷന്റെ ചെയർമാനായി നിയമിച്ചത് SM വിജയാനന്ദ്. ജൈവ കാർഷിക മിഷന്റെ ഉപമിഷനായിട്ടാണ് ഉത്തരവാദിത്ത പ്രകൃതി കൃഷി ഉപമിഷൻ രൂപീകരിച്ചത്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്